നിങ്ങൾ വെറുപ്പും സ്നേഹവും കൊണ്ട് സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ കണ്ടീഷനിങ്ങുകളെ ആശ്രയിച്ച് ഈ വികാരങ്ങൾ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്നു. അനുഭവങ്ങളിലുടനീളം അവർ നിങ്ങളെ കുത്തുകയും ഉത്തേജിപ്പിക്കുകയും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ പശ്ചാത്താപമുണ്ട്. ഇത് നിങ്ങളുടെ വൈകാരിക പ്രക്ഷുബ്ധതയുടെ ഒരു മാതൃകയാണ്. ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ പ്രതികരണങ്ങളാൽ നിഷേധാത്മകത അവതരിപ്പിക്കപ്പെടുകയോ തീവ്രമാക്കുകയോ ചെയ്യുന്നു. നിങ്ങളുടെ ഏറ്റവും താഴ്ന്ന നന്മയെ സേവിക്കുന്ന നിങ്ങളുടെ നിഷേധാത്മകതയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഭൗതികവാദം പര്യാപ്തമാണ് അല്ലെങ്കിൽ ധാരാളമാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും അസന്തുഷ്ടരാണ്. ഭേദമാകാത്ത ഒരു ആഘാതം നിങ്ങളെ വേദനിപ്പിക്കുന്നു, അത് നിങ്ങളുടെ മുഖത്ത് ധരിക്കുന്നത് ചിലർ ശ്രദ്ധിക്കുന്നു. ഭയം, മടി അല്ലെങ്കിൽ രണ്ടും നിങ്ങളെ പറയുന്നതിൽ നിന്ന് തടയുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്നത് സുരക്ഷിതമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഭൂതകാലം ക്രൂരമോ അന്യായമോ ആയിരുന്നിട്ടും ഈ ആന്തരിക യുദ്ധത്തെ നേരിടാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ജീവിതത്തിൽ കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ അന്ന് വളരെ ചെറുപ്പമായിരുന്നു. പിന്നീട് നിങ്ങളുടെ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങളുടെ കർമ്മചക്രങ്ങളുടെ ദൈർഘ്യം പരിഗണിക്കാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രേരിപ്പിക്കുന്നതിന്റെ പൂർണ്ണമായ ചിത്രം ഇപ്പോഴും നിങ്ങൾക്കില്ല. നിങ്ങൾ ബാഹ്യമായി ജീവിക്കാൻ ചായ്വുള്ളതിനാൽ ഒന്നോ അതിലധികമോ ചേരുവകൾ ഒറ്റപ്പെടുത്തുന്നത് വെല്ലുവിളിയാണ്. നിങ്ങളുടെ ഉദ്ദേശ്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവം നീങ്ങണം. മനുഷ്യ പ്രവൃത്തി നിങ്ങളെ മനുഷ്യസ്പർശത്തിൽ നിന്ന് അകറ്റി. നിങ്ങളുടെ ജീവിതത്തിനും തെറ്റായ ലക്ഷ്യബോധമുണ്ട്. നിങ്ങളുടെ വളർത്തൽ കാരണം സ്നേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് യുക്തിസഹവും പ്രായോഗികവുമായ ഒരു സ്നേഹപ്രകടനം നൽകി. അതേസമയം നിങ്ങളുടെ ആത്മാവ് കണ്ടീഷനിങ്ങുകളാൽ ഛിന്നഭിന്നമാണ്. സ്നേഹം മാത്രമായിരിക്കണം. ഇത് ഒരു ഷോപ്പിംഗ് കാർട്ടല്ല. നിങ്ങളുടെ വിധി കൊണ്ട് സ്നേഹത്തെ കളങ്കപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരുപോലെ തുടരാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം, എന്നാൽ നിങ്ങളുടെ ആന്തരിക ലോകം നിങ്ങൾ അറിയാതെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും താഴെയുള്ള ആഴം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ബാഹ്യ വീക്ഷണകോണിൽ നിന്ന് നിങ്ങളെത്തന്നെ നോക്കുന്നു. നിങ്ങളുടെ വികാരം നിങ്ങളുടെ മനസ്സിനെ സങ്കീർണമാക്കുന്നതുപോലെ നിങ്ങളുടെ ജീവിത സാഹചര്യവും. നിങ്ങൾ വികൃതി അല്ലെങ്കിൽ സദ്ഗുണമുള്ളവരായിരിക്കുക തുടങ്ങിയ ധ്രുവങ്ങളിൽ പോരാടുന്നു. നിങ്ങളുടെ സംതൃപ്തി നിങ്ങളുടെ ആത്മാവിന്റെ ഇരുണ്ട ഭാഗം നിറയ്ക്കുന്നത് നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. നിങ്ങളുടെ ആന്തരിക ലോകത്ത് നിങ്ങളുടെ നിഷേധാത്മകത വളർത്തിയെടുക്കാൻ അനുവദിക്കുന്നു. ബാഹ്യശക്തികൾ, ഉദാഹരണം ട്രെൻഡുകൾ, നിങ്ങളെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ ആരായി മാറി? ഗുണനിലവാരമുള്ള ആന്തരിക മൂല്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശൂന്യത വലുതായി. നിങ്ങളുടെ ആഴത്തിലുള്ള ഒരു വശം അറിയാൻ നിശ്ചലമായിരിക്കാനും ലാളിത്യത്തോടെ കേൾക്കാനുമുള്ള സമയമാണിത്. സോപാധികമായ ജീവിതം നിങ്ങളെ അറ്റാച്ചു ചെയ്യുന്നു. മാറ്റുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷം മങ്ങുന്നു. ഇതാണ് നിങ്ങളുടെ ഉപരിപ്ലവയിൽ ജീവിക്കുന്ന നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ദുർബലത. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കണ്ടീഷനിങ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് തിരിച്ചറിയുന്നത് സ്വയം സ്വതന്ത്രമാക്കാനുള്ള താക്കോലാണ്. നിങ്ങൾ ധരിക്കുന്ന ഒന്നോ അതിലധികമോ മാസ്കുകൾ നിങ്ങളെ താഴേക്കുള്ള പാതയിലേക്ക് സ്വാധീനിച്ചു. ഇത് മനസ്സിലാക്കാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധയോടെ കൈകാര്യം ചെയ്യണം. എളുപ്പവഴിയില്ല. അസ്വസ്ഥത, സമ്മർദ്ദം, ഉത്കണ്ഠ, ഭയം, ഒഴിവാക്കൽ എന്നിവയുടെ ലക്ഷണങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള സത്യം മറച്ചുവെക്കുന്ന ഓരോ തടസ്സവും തകർക്കുക. ഒരു യഥാർത്ഥ പരിവർത്തനം ആരംഭിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. പ്രണയത്തിന് അതിരുകളില്ലെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഒരു ഫാൻസിയെ പിന്തുടരുന്നത് പോലെ പ്രണയത്തെ അയഥാർത്ഥമാക്കുന്ന പ്രതീക്ഷയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. സ്നേഹമാണ് മനുഷ്യരെ മനുഷ്യരാക്കുന്നത് എന്നത് നിഷേധിക്കാനാവില്ല. പ്രണയത്തിൽ അന്ധകാരമുണ്ടെങ്കിലും ആരോഗ്യകരവും ലളിതവുമായ പ്രണയത്തിന് നാണമില്ല. പ്രണയം നിങ്ങളുടേത് പോലെ സങ്കീർണമാകണമെന്നില്ല. പ്രവർത്തിക്കാനുള്ള ബന്ധം ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാം നൽകുന്നു. അവസാനം ഒന്നോ അതിലധികമോ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിനാൽ അത് പ്രവർത്തിക്കുന്നില്ല. പിന്നീട് സ്നേഹം വെറുപ്പിലേക്കോ മാറുന്നു. പിന്നീട് പരിഹരിക്കപ്പെടാത്ത രീതിയിൽ മുന്നോട്ടു പോകുന്നത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ട നിങ്ങളുടെ കർമ്മത്തെ സുഖപ്പെടുത്തില്ല. ആത്യന്തികമായി നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണം. കാരണം അത് നിങ്ങളുടെ ഒന്നോ അതിലധികമോ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു.